ഹായ് ഫ്രണ്ട്സ്, ടെക്സ് ഇറുമ്പയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പൊതുവെ ചൂട് വളരെ കൂടുതലാണ്. അങ്ങനെ ചൂട് കൂടിയപ്പോൾ ഫാനിന് കാറ്റ് പോരാ എന്ന് പറഞ്ഞ് ആ ഒരു കപ്പാസിറ്റർ മാറ്റിയിട്ട് കളയാം എന്ന് കരുതി കപ്പാസിറ്റർ അടിച്ചു. കപ്പാസിറ്റർ അടിച്ചതിന് ശേഷം പുതിയ കപ്പാസിറ്ററൊക്കെ വാങ്ങി വന്നു തിരിച്ചു പിടിപ്പിക്കാൻ നോക്കുമ്പോൾ 3 വയറുകളുണ്ട്. എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. എൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ഈ ഒരു ഫാൻ ഇതുപോലെ ആക്കിയെടുത്ത വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. വ്യക്തിയുടെ പേര് ഞാൻ പറയില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു കൈപ്പിഴ മൂലം ഫാനിൻ്റെ കോറ് കത്തിപ്പോയി. അതായത് ഈ കാണുന്ന വൈൻഡിങ്ങുകൾ കത്തിപ്പോയി. അതിനുശേഷം ഞാനിപ്പോൾ ഇത് രണ്ടാമത് വൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് തിരിച്ചു പിടിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും ചെറിയ പിഴവുകൾ മൂലം നമുക്കിതുപോലെ കോറുകൾ അല്ലെങ്കിൽ ഈ ഒരു വൈൻഡിങ്ങുകൾ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കവറിൽ 2 ബെയറിങ്ങുകളാണുള്ളത്. ആ ബെയറിങ്ങിൽ ഫ്രീ ആയി കറങ്ങുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോറ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. 2 കവറുകളും തമ്മിൽ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താൽ മാത്രമേ ആ ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു കോറ് ഇറങ്ങിയിരിക്കുകയുള്ളൂ. ഈ 2 കവറുകളും ഇതുപോലെ കൃത്യമായിട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബോൾട്ടുകൾ ഇട്ട് കൊടുക്കാം. 3 ബോൾട്ടുകളാണ് ഇടാനുള്ളത്. ഇത് മുറുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാറി മാറി വേണം മുറുക്കാൻ. ഒരെണ്ണം ഫുള്ളായിട്ട് മുറുക്കരുത്. കുറേശ്ശെ വീതം ഓരോന്ന് വീതം മുറുക്കിയെടുക്കുക. അങ്ങനെ ഫുൾ ടൈറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ വയറുകൾ ഈ ഒരു വിടവിലൂടെ, ഇത് പുതിയ മോഡൽ ഫാൻ ആയതുകൊണ്ടാണ് ഇതുപോലൊരു വിടവ് വരുന്നത്. ഇല്ല എങ്കിൽ നമ്മളൊരു ഹോളിൽ കൂടെ ഇത് സ്ക്രൂ ഡ്രൈവറിന് കുത്തിയെടുക്കേണ്ടതായിട്ട് വരും. ഇതൊരു കപ്പാസിറ്റർ ക്ലാമ്പാണ്. ഈ ഒരു ക്ലാമ്പ് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. ഈ ഒരു ക്ലാമ്പിലാണ് നമ്മുടെ കപ്പാസിറ്റർ വെക്കുക. അതുകൂടാതെ അതിലേക്കുള്ള വയർ കണക്ഷനുകളെല്ലാം തന്നെ കൊടുക്കുന്നത് ഈ ഒരു ക്ലാമ്പിലാണ്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇതിൽ പിടിപ്പിച്ച് വെക്കാം. ഇതിൽ 3 വയറുകളാണുള്ളത്. റെഡ് വയർ കോമൺ ആയിരിക്കും. എല്ലാ ഫാനുകളിലും ഒരു റെഡ് വയർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിന് പൊളാരിറ്റി ഒന്നും നോക്കേണ്ടതില്ല. ഞാൻ ഈ ഒരു ബ്ലൂ വയറിലേക്ക് കപ്പാസിറ്ററിൻ്റെ ഒരു പോൾ കണക്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ പോൾ കണക്ട് ചെയ്യുന്നത് ബ്ലാക്കിലേക്കാണ്. ഈ ഒരു ബ്ലൂവിന് പകരം ചില ഫാനുകളിൽ അത് യെല്ലോ ആയിരിക്കും വരിക. അതുപോലെ യെല്ലോ വരുമ്പോൾ ബ്ലാക്കിന് പകരം ബ്ലൂ ആകാറുമുണ്ട്, ഇല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ ആകാറുമുണ്ട്. എന്തായാലും ഈ ഒരു ബ്ലൂ വയർ അല്ലെങ്കിൽ യെല്ലോ വയർ ഇതിലേക്കായിരിക്കണം നമ്മൾ കപ്പാസിറ്റർ കണക്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ റെഡ് വയറിൽ നമ്മൾ ഫേസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് വയറിലേക്ക് നമ്മൾ ന്യൂട്രലും കൊടുക്കുന്നു. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല, ഫാൻ കറങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്ലൂ വയറിലേക്ക് അല്ലെങ്കിൽ യെല്ലോ വയറിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പവർ സപ്ലൈ കൊടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു കപ്പാസിറ്റർ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കപ്പാസിറ്റർ ക്ലാമ്പിൽ ഒരു സൈഡിൽ 3 സ്ക്രൂകളും അതുപോലെ മറു സൈഡിൽ 2 സ്ക്രൂകളുമാണുള്ളത്. അതായത് ഈ ഒരു സൈഡിൽ നടുവിൽ കൊടുക്കുന്നതിന് മറു സൈഡിൽ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഇല്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുക്കേണ്ടത്. കാരണം അതിലേക്ക് പവർ സപ്ലൈ ഒരു കാരണവശാലും വരാൻ പാടില്ല. അതിനുശേഷം ഞാൻ ഈ ഒരു ബ്ലാക്ക് വയർ ന്യൂട്രൽ കൊടുക്കുന്നതിനായി ഈ ഒരു കപ്പാസിറ്റർ ക്ലാമ്പിൻ്റെ താഴത്തെ പോളിൽ കൊടുക്കുന്നു. റെഡ് വയർ മുകളിലായിട്ടും കൊടുക്കുന്നു. റെഡ് വയറിലാണ് ഫേസ് കൊടുക്കേണ്ടത്. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു കപ്പാസിറ്റർ ക്ലാമ്പിൻ്റെ മറുവശങ്ങളിലുള്ള 2 പോളുകളിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഫേസ് ന്യൂട്രൽ തലതിരിഞ്ഞ് പോയാലും പ്രശ്നമില്ല, ഫാൻ കറങ്ങുന്നതാണ്. ഞാൻ 2 വയറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ക്ലാമ്പിലുള്ള ഈ ഒരു കണക്ടറിലേക്ക് ഞാനിത് വയറുകൾ കണക്ട് ചെയ്യുകയാണ്. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മളിത് ഇപ്പോൾ കൊണ്ടുവന്നതാണ്, അതായത് റീവൈൻഡ് ചെയ്തുകൊണ്ട് വന്ന ഒരു കോറാണ് ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ വയർ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതൊന്ന് പവർ സപ്ലൈയിൽ കൊടുത്തു നോക്കാം. അതിനായിട്ട് ഞാനൊരു 220 വോൾട്ട് പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാനൊന്ന് ഈ ഒരു തൂക്കി പിടിക്കുന്നതിനായി ഒരു സ്ക്രൂ ഡ്രൈവറിൽ എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം കണക്ഷൻ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു ഫാൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷനുകളെല്ലാം തന്നെ വളരെ കൃത്യമാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.